ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ആ ടെൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രസൻറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ടെൻസ്. അതായത് ആക്ഷൻ നടന്ന ആക്ഷൻ ആണെങ്കിലും അത് പ്രസൻറ്റുമായിട്ട് എന്താണ്, അത് കണക്റ്റഡാണ്. പ്രസൻറ്റ് ടെൻസിൽ അതിന് റെലവൻസ്, പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് പ്രസൻറ്റ് ടെൻസിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നതാണ് ആ ടെൻസിൻ്റെ പ്രത്യേകത. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം പ്രസൻറ്റ് ടെൻസ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ഷൻ നടന്നു കഴിഞ്ഞതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണ്. സബ്ജക്റ്റ് ഏകവചനമായാൽ ഹാസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് ബഹുവചനമായാൽ ഹാവ് ഉപയോഗിക്കും. പിന്നെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് ഏകവചനമായാൽ ഡസ് പ്ലസ് വെർബിൻ്റെ V1 ചേർത്ത്, സബ്ജക്റ്റ് ബഹുവചനമായാൽ ഡു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് ഡിഡ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഈസ് നെഗറ്റീവ് ആണെങ്കിൽ ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട് അങ്ങനെ വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് നോട്ട്, വേർ നോട്ട് അങ്ങനെ നെഗറ്റീവ് വരും. ആ വാസും വേറും വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതേ ഹാവ് വച്ച് തന്നെ എന്താണ്, ഹാവ് കഴിഞ്ഞാൽ നോട്ടായി കഴിഞ്ഞാൽ ഹാവ് നോട്ട് നെഗറ്റീവായി, ആ വെർബിൻ്റെ V3 ഉപയോഗിക്കണം. ഇപ്പോൾ ഹാവ് ഡൺ ആണെങ്കിൽ ഹാവ് നോട്ട് ഡൺ, ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ അത് ഹാസ് വരുമല്ലോ, അപ്പോൾ നെഗറ്റീവ് ആക്കുന്നത് ഹാസ് നോട്ട്. അത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ ഇതേ ഹാവും ഇതേ ഹാസും ആദ്യം എടുത്തിട്ട് സബ്ജക്റ്റ് അങ്ങോട്ട് മാറ്റിയാൽ അത് ക്വസ്റ്റ്യനായി. ഇനി നോക്കാം, ഇതൊരു ക്ലാസ് റൂമിൽ ഈ ടെൻസ് മനസ്സിലാക്കി, ഇത് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടെൻസ് ഇതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു മലയാളിയെ സംബന്ധിച്ച് ഇതേ മലയാള പ്രയോഗം മലയാള ഭാഷയിലുള്ളത് കൊണ്ട് ഒരു മലയാളിയെ സംബന്ധിച്ച് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ട് ഇല്ല. ഇതെല്ലാം സംഭവിച്ച ആക്ഷൻ തന്നെയാണ് പറയുന്നത്. സംഭവിച്ചിട്ട് ഏതാനും സെക്കൻഡുകൾ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണ് അത് പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ തലേ ദിവസമോ അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞു പോയ ആഴ്ചയിലോ മറ്റോ സംഭവിച്ച കാര്യമല്ല, സംഭവിച്ചിട്ട് അധികം സമയമായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ്, ആ പ്രസൻസുമായിട്ടുള്ള ഫ്രഷ്നെസ് എന്താണ്, നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാൻ കാരണം. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ നമുക്ക് നോക്കാം. ഇത് ക്ലാസ് റൂമായിട്ട് സങ്കല്പിക്കുക. അവിടെ ഒരു ടീച്ചറുണ്ട്, കുട്ടികളുണ്ട്. ടീച്ചർ പറയുകയാണ് കുട്ടികളിൽ ഒരാളോട്, ഇവിടെ നമ്മൾ ഒരു കുട്ടിയുടെ പേര് ചേർക്കാം നമുക്ക്, പീറ്റർ ഓപ്പൺ യുവർ ബുക്ക് അറ്റ് പേജ് 7. പേജ് 7 നിൻ്റെ ബുക്ക് തുറക്കൂ, ടീച്ചർ പീറ്ററിനോട് പറയാണ്. എന്നിട്ട് ആ ടീച്ചർ വീണ്ടും ചോദിക്കുകയാണ് ഈ പീറ്ററിനോട്, വാട്ട് ഹാവ് യു ഡൺ, നീ എന്താണ് ചെയ്തിരിക്കുന്നത്? മുമ്പ് ചെയ്തതല്ല, അത് ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണ്, നീ എന്താണ് ചെയ്തിരിക്കുന്നത്? പീറ്റർ പറയാണ്, ഐ ഹാവ് ഓപ്പൺഡ് മൈ ബുക്ക് അറ്റ് പേജ് 7. ഞാൻ പേജ് 7 എന്താണ്, എൻ്റെ ബുക്ക് തുറന്നിരിക്കുകയാണ്. തുറന്നു എന്നല്ല, തുറന്നിരിക്കുകയാണ്. ടീച്ചർ മേരിയോട് ചോദിക്കുകയാണ്, മേരി ഗോ ടു ദ ഡോറിൻ്റെ അടുത്തേക്ക് പോകൂ. എന്നിട്ട് ടീച്ചർ ജോണിനോട് ചോദിക്കുകയാണ്, ജോൺ, അപ്പോൾ ഡോറിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവിടെ മേരി എന്താണ്, എഴുന്നേറ്റ് ഡോറിലേക്ക് നടക്കുന്നത് ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ടീച്ചർ ജോണിനോട് ചോദിക്കുകയാണ്, ജോൺ വാട്ട് ഈസ് മേരി ഡൂയിങ്, മേരി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജോൺ പറയാണ്, ഷീ ഈസ് ഗോയിങ് ടു ദ ഡോർ, അവൾ ഡോറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആക്ഷൻ എന്നാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പിന്നീട് മേരിയോട്, അപ്പോൾ മേരി എന്താണ്, നടന്ന് ഡോറിൻ്റെ അടുത്ത് എത്തി എന്ന് നമ്മൾ കരുതുക. അങ്ങനെ എത്തിയതിന് ശേഷം ടീച്ചർ ചോദിക്കുകയാണ്, മേരി വാട്ട് ഹാവ് യു ഡൺ, നീ എന്താണ് ചെയ്തിരിക്കുന്നത്?
പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് സമയമൊന്നും പറയുന്നില്ല, കാരണം അത് അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. വാട്ട് ഹാവ് യു ഡൺ, നീ എന്താണ് ചെയ്തിരിക്കുന്നത്? മേരി പറയാണ് ഐ ഹാവ് കം ടു ദ ഡോർ, ഞാൻ ഡോറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെൻസാണെന്ന് നമുക്കറിയാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളെന്താണ് യെസ്റ്റർഡേ, ഇന്നലെ, അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് വീക്ക്, അങ്ങനെ സമയം സൂചിപ്പിക്കുന്ന ഒരു പാസ്റ്റ് എലമെൻറ്റ് നമ്മളെന്താണ് ഈ ടെൻസിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്താൽ എന്താവും, ഈ ടെൻസ് പാസ്റ്റിലേക്ക് പോകും. നേരെ മറിച്ച് നമുക്കിത് പ്രസൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആ ടൈം സൂചിപ്പിക്കുന്ന ഒന്നും എന്താണ് നമ്മളതിൽ ചേർക്കാൻ പാടില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സസൈസുകൾ നമുക്ക് എന്താണ് ഇതേപോലെ ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അടുത്ത് നോക്കാം. ടീച്ചർ ഡ്രോപ്സ് ചോക്ക്. ഡ്രോപ്പ് താഴേക്കിടുക, ചോക്ക് താഴേക്കിടാണ് ഡ്രോപ്പ്. ഡ്രോപ്പിൻ്റെ വെർബ് പാറ്റേൺ ഡ്രോപ്പ്, ഡ്രോപ്റ്റ്, ഡ്രോപ്റ്റ്. അപ്പോൾ പാസ്റ്റ് പറയുമ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V2 പറയുമ്പോഴും V3 പറയുമ്പോഴും ഒരു പി കൂടി ചേർന്ന് വരും. അപ്പോൾ ഡ്രോപ്പ്, ഡ്രോപ്റ്റ്, ഡ്രോപ്റ്റ് ആണ്. അറിയാമല്ലോ, പിയിൽ അവസാനിക്കുന്ന വെർബുകളെല്ലാം റ്റ് എന്ന് വെച്ചിരിക്കുക, ഡ്രോപ്റ്റ്. ടീച്ചർ റീത്ത വാട്ട് ഹാവ് ഐ ഡ്രോപ്റ്റ്, ഞാൻ എന്താണ് താഴേക്ക് ഇട്ടത്, അതായത് ഇട്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്ട് ഡിഡ് ഐ ഡ്രോപ്പ് എന്ന് പറയരുത്. അപ്പോൾ അത് മുമ്പെന്തോ സംഭവിച്ച കാര്യമായി പോകും. ഇപ്പം സംഭവിച്ച കാര്യമാണ്. വാട്ട് ഹാവ് ഐ ഡ്രോപ്റ്റ് റീത്ത. യു ഹാവ്, യു, നമ്മളിത് ഷോർട്ടായിട്ട് പറയുമ്പോൾ എന്താണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എഗ്രിമെൻറ്റ്, അതേ വെർബ് തന്നെ നമ്മളെന്താണ് കൺട്രാക്റ്റ് എന്ന് പറയും, അതായത് സങ്കോചിക്കുക. അതല്ലാതെ എഗ്രിമെൻ്റ് എന്ന അർത്ഥത്തിൽ നമ്മളതിനെ കോൺട്രാക്റ്റ് എന്നും പറയും, അല്ലെങ്കിൽ നമ്മൾ കൺട്രാക്റ്റ് എന്ന് പറയും. ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നൗൺ ഫോമാണ് കൺട്രാക്ഷൻ. യു, ഇവിടെ നമ്മൾ യു ഹാവ് എന്നുള്ളതിൻ്റെ ഷോർട്ടാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. ശരിക്കും വായിക്കേണ്ടത് യൂവ് എന്നാണ്. യൂവ്, യൂവ്. ഐ ആണെങ്കിൽ ഐവ്. യു ഡ്രോപ്റ്റ് യുവർ ചോക്ക്, നിങ്ങളുടെ ചോക്ക് താഴെ ഇട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കാണാൻ പറ്റും തറയിൽ കിടക്കുന്നത്. ടീച്ചർ പിക്സ് അപ്പ് ദ ചോക്ക്, താഴെ നിന്നാണ് ചോക്ക് എടുക്കുന്നു. ടീച്ചർ വാട്ട് ഹാവ് ഐ ഡൺ എഡ്വിൻ, ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എഡ്വിൻ. യു പിക്ഡ് അപ്പ് ദ ചോക്ക്, ചോക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. അതായത് ഈ സംഭവിച്ച ആക്ഷൻ എന്താണ്, അതായത് അപ്പോൾ അവിടെ കഴിഞ്ഞ ആക്ഷനാണ്, അല്ലാതെ മുൻപ് മിനിറ്റുകൾക്ക് മുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ ഒന്നും കഴിഞ്ഞ കാര്യമല്ല. അങ്ങനെയെങ്കിൽ നമ്മളെന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുകയുള്ളൂ, അല്ലാതെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ് പ്രസൻറ്റുമായിട്ട് കണക്റ്റഡ് ആണത്. അത് ഒരു തരം പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. ആക്ഷൻ അപ്പോൾ അവിടെ കഴിഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് കൂടി നമുക്ക് എന്താണ് ഇതേപോലെ ഒരു ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഹാവ് യു ഓൾ ഡൺ യുവർ ഹോംവർക്ക്. ടീച്ചർ കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ, ചെയ്തോ എന്നല്ല ചെയ്തിട്ടുണ്ടോ. കാരണം അറിയാലോ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ കാണിക്കേണ്ടതാണ്. അത് അപ്പോഴാണ് അത് കാണിക്കേണ്ടത്, അത് പ്രസൻറ്റിലാണ് അത് കാണിക്കേണ്ട സംഭവം. അതുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അല്ലാതെ തലേ ദിവസം ചെയ്ത് വീട്ടിൽ വച്ചിരിക്കുന്നതല്ല, നിലവിൽ കൊണ്ടുവന്നിരിക്കണം. അതാണ് ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്, ഹാവ് യു ഓൾ ഡൺ യുവർ ഹോംവർക്ക്, എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ. പിന്നെ പീറ്ററിനോട് ചോദിക്കുകയാണ്, പീറ്റർ ഡിഡ് യു ഡു, ചെയ്തിരുന്നോ യുവർ ഹോംവർക്ക് ഫോർ യെസ്റ്റർഡേ, ഇന്നലത്തേക്കുള്ളതിൻ്റെ ഹോംവർക്ക് നീ ചെയ്തിരുന്നു. കാരണം തലേ ദിവസം എന്താണ് ടീച്ചർ പീറ്ററിൻ്റെ ഹോംവർക്ക് ചെക്ക് ചെയ്തില്ല എന്നൊരു തോന്നൽ ടീച്ചർക്ക് ഉണ്ടായി. അതുകൊണ്ട് ചോദിക്കുകയാണ് ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് ഫോർ യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേക്ക് വേണ്ടിയുള്ള ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ പീറ്റർ അത് ചെയ്തിരിക്കണം. അതാണ്, അതുകൊണ്ടാണ് നമ്മളുടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഡ് യു ഡു. സിമ്പിൾ പാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഡിഡ് വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴെന്ന് നമ്മളെന്ത് ചെയ്യുന്നത്, സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ നമ്മൾ ഡസ് പ്ലസ് സബ്ജക്റ്റ് വെർബിൻ്റെ V1. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മൾ ഡു പ്ലസ് സബ്ജക്റ്റ് വെർബിൻ്റെ പ്ലസ് വെർബിൻ്റെ V1. ഇനി സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെങ്കിലോ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് വെർബിൻ്റെ V1. അപ്പോൾ ഇതിലെല്ലാത്തിലും വരുന്ന വെർബിൻ്റെ V1 ആണ്. അതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത് വെർബിൻ്റെ V3 ആണ് ക്വസ്റ്റനിൽ വരുന്നത്. ക്വസ്റ്റനിൽ വരുന്നതും നെഗറ്റീവിൽ വരുന്നതും.
അതാണ് ഡിഡ് യു ഡു, ചെയ്തിരുന്നോ, ഡു ചെയ്യുക, ഡു ഡിഡ് ഡൺ, അതാണ് എൻ്റെ വെർബ്, എൻ്റെ പാറ്റേൺ ഡു ഡിഡ് ഡൺ. ഇത് ക്വസ്റ്റ്യനിൽ വരുന്ന ഡിഡ്. അതിപ്പോൾ ഡിഡ് യു ഗോ, ഡിഡ് യു ഈറ്റ്, ഡിഡ് യു ഡ്രിങ്ക് എന്ന് ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യനിൽ വരുന്ന സിമ്പിൾ പാസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന ചെയ്തിരുന്നോ, കണ്ടിരുന്നോ, പോയിരുന്നോ എന്ന് ചോദിക്കുന്ന ആ ഡിഡിലെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിലെ ഡിഡ്. ഇത് നമ്മളെന്താണ് ഡു ഡിഡ് ഡൺ, പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിൽ ആ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് ഫോർ യെസ്റ്റർഡേ, ഇന്നലത്തേക്കുള്ള ഹോംവർക്ക് ചെയ്തിരുന്നു. പീറ്റർ ഷുവർ. യു ചെക്ക്ഡ് ഇറ്റ് യെസ്റ്റർഡേ. ചെക്ക്, ചെക്ക്ഡ്, ചെക്ക്ഡ്. കെയിൽ നമ്മൾ വെർബ് അവസാനിക്കണം, നമ്മൾ ഇറ്റ് എന്ന് പറയണം. ലുക്ക്, ലുക്ക്ഡ്. ചെക്ക്, ചെക്ക്ഡ്. ബാർക്ക്, ബാർക്ക്ഡ്. അല്ലാതെ നമ്മൾ ബാർക്ക്ഡ്, ലുക്ക്ഡ്, ചെക്ക്ഡ് എന്ന് പറയരുത്. ചെക്ക്, ചെക്ക്ഡ്. ലുക്ക്, ലുക്ക്ഡ്. ബാർക്ക്, ബാർക്ക്ഡ്. ഷുവർ യു ചെക്ക്ഡ് ഇറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എന്താണ് നിങ്ങൾ ടീച്ചർ അത് ചെക്ക് ചെയ്തിരുന്നു. ഇത് യെസ്റ്റർഡേ എന്ന് പറയുന്നത് യെസ്റ്റർഡേ ആണ്, ഡേ. നമ്മളിപ്പോൾ മെയ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ മെയ് എന്ന് പറയുന്നത്, അല്ലാതെ നമ്മൾ മേ എന്ന് പറയാറില്ല. അതുപോലെ തന്നെ എന്താണ് നമ്മൾ മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, വെൻസ്ഡേ, അങ്ങനെ വേണം നമ്മളെന്ത് പറയാനായിട്ട്. ഷുവർ യു ചെക്ക്ഡ് ഇറ്റ് യെസ്റ്റർഡേ. ഇന്നലെ ചെക്ക് ചെയ്തിരുന്നു. ടീച്ചർ ക്ലെയർ ഗിവ് യുവർ എക്സസൈസ് ബുക്ക് ടു സാം. സാമിന് എക്സസൈസ് ബുക്ക് കൊടുക്കൂ. അത് കേട്ടപ്പോഴെന്താണ് ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലെയർ എന്നാണ് സാമിന് അവളുടെ എക്സസൈസ് ബുക്ക് കൊടുത്തു. അപ്പോൾ ടീച്ചർ ചോദിക്കണം വാട്ട് ഹാവ് യു ഗിവൺ ടു സാം. സാമൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, ദാപ്പ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗിവൻ്റെ തേർഡ് ഫോം ഗിവൺ. ക്ലെയർ ഐ ഹാവ് ഗിവൺ മൈ എക്സസൈസ് ബുക്ക്. ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ് സ്ഥലപരിമിതി മൂലം. ഐ ഹാവ് ഗിവൺ മൈ എക്സസൈസ് ബുക്ക് ടു സാം. ഞാൻ എൻ്റെ എക്സസൈസ് ബുക്ക് സാമിന് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതെന്താണ് പലവട്ടം ഒന്ന് ആവർത്തിച്ച് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതേ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താണ് വേറെയും ചില കാറ്റഗറീസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ലെസണിൽ നമുക്ക് കാണാം.